ഇവിടെയും മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട് ദിവസങ്ങൾ കഴിയുന്നു, ആഴ്ചകൾ കഴിയുന്നു. പക്ഷേ ഇപ്പോഴും അവരെ കണ്ടെത്താൻ കണ്ടില്ല. പല സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നു, നേവി അടക്കം ഇറക്കി ഇവിടെ തിരച്ചിൽ നടത്തിയിട്ടും ഇവരിലേക്ക് മാത്രം എത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്താ നിലവിലെ ഒരു സാഹചര്യം എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. തിരുവനന്തപുരം മുതലപ്പുഴയിലും അതേപോലെ തന്നെ വിഴിഞ്ഞത്തും കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. 12 ദിവസമായിട്ട് ആയി ആ അപകടം നടന്നിട്ട്. പക്ഷേ ഇനിയും ഇവരെക്കുറിച്ച് യാതൊരു വിവരവും നമുക്ക് ലഭ്യമായിട്ടില്ല. വിഴിഞ്ഞത്ത് നിന്നും കാണാതായ പുല്ലുവിള സ്വദേശി ജോണിന് വേണ്ടി തമിഴ്നാട് തീരം കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ തിരച്ചിൽ. ജോണിന്റെ മകൾക്കെതിരെ വീണ്ടും സൈബർ ആക്രമണവും രൂക്ഷമാവുകയാണ്. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടയിൽ കാണാതായ ഗൗതമിന് വേണ്ടിയും തിരച്ചിലുണ്ട്. അതേസമയം രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം പുതിയ വിവാദങ്ങൾക്കും വഴിതെളിച്ചിട്ടുണ്ട്. സനിറ്റ വിവരങ്ങളുമായി നമുക്കിപ്പം തിരുവനന്തപുരത്ത് തത്സമയമുണ്ട്. സനിറ്റ, ഗുഡ് മോർണിംഗ്. ഇപ്പം മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവത്തിൽ അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ 12ാം ദിനവും ആരംഭിക്കുമെന്നിരിക്കെ വിവാദങ്ങൾക്കും കുറവില്ല എന്നുള്ളതാണ് ഇതിൽ പറയേണ്ട ഒരു കാര്യം. ഇപ്പോൾ ജോണിന്റെ മകൾക്കെതിരെ നേരത്തെയും സൈബർ ആക്രമണമൊക്കെ ആ കുട്ടിക്ക് നേരിടേണ്ടി വന്നു. എൻ്റെ അച്ഛനെ കാണാനില്ല, അതിൽ ഈ ഒരു സർക്കാർ ആ വിഷയത്തിൽ ട്രീറ്റ് ചെയ്യുന്ന രീതി ഇതായിരിക്കരുത് എന്ന് ബോൾഡായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞതാണ് ആ കുട്ടി ചെയ്ത ആകെ ഒരു തെറ്റ്. അതിനിപ്പോഴും അത് സൈബർ ഇടങ്ങളിൽ നിന്നും ഒരുപാട് ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം. അപ്പം തിരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ വേണം, അതിനൊപ്പം തന്നെ വിവാദങ്ങളുടെ പോക്ക് കൂടി. സനിറ്റ, സേതു, ഗുഡ് മോർണിംഗ്. സേതു, തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തും അതുപോലെ തന്നെ മുതലപ്പുഴയിലും കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കുള്ള തിരച്ചിൽ ഇന്നും തുടരുകയാണ്. 12 ദിവസമായി ഇത്തരത്തിൽ വിഴിഞ്ഞത്ത് കാണാതായ ഷിജിന്റെയും ജോണിന്റെയും മൃതദേഹത്തിനായുള്ള തിരച്ചിൽ തുടങ്ങിയിട്ട് ഇന്നും അത് തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ വിഴിഞ്ഞത്ത് ഈ മത്സ്യത്തൊഴിലാളികളുടെ വീട് ഫിഷറീസ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവർ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഉറപ്പ് നൽകിയിരുന്നു. കാരണം ഈ വലിയ പ്രതിഷേധങ്ങൾക്കും ഇത്തരത്തിൽ ഈ ആരോപണങ്ങൾക്കുമൊക്കെ അടിസ്ഥാനത്തിലാണ് അവർ വീടുകളിലേക്ക് എത്തുന്നതും കുടുംബത്തിന് വേണ്ട പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്നാൽ അതിന്റെ അടിസ്ഥാനത്തിലും വലിയ ഇപ്പോൾ വിവാദങ്ങൾ ഉയർന്നു വരുന്നു. ഇത്തരത്തിൽ ഇതിൽ ഈ മത്സ്യത്തൊഴിലാളികളുടെ വിഷയത്തിൽ, കാണാതായ വിഷയത്തിൽ വരെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജോണിന്റെ മകളായ ഈ കുട്ടിയെ പറ്റി, അല്ലെങ്കിൽ കുട്ടിയെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. തുടർന്ന് കുട്ടിയെ വളരെ മോശമായിട്ടാണ് ഇത്തരത്തിൽ സൈബർ ഇടങ്ങളിൽ ചിത്രീകരിച്ചുകൊണ്ട് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകളുമായിട്ടുള്ള ചിത്രം പങ്കുവച്ച ഈ സൈബർ ഇടങ്ങളിൽ വലിയ അക്രമം നടക്കുന്നത്. പ്രധാനമായും അവർ ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോൾ ആ കുട്ടിക്ക് ചിരിക്കാൻ അറിയാം, അല്ലെങ്കിൽ കാണേണ്ടവരെ കാണുമ്പോൾ ചിരിക്കാൻ അറിയാം എന്നുള്ള ക്യാപ്ഷനുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് വലിയൊരു ആക്രമണം നടക്കുന്നത്. എന്തായാലും അത് വലിയ തരത്തിൽ, അത് മാത്രമല്ല ഈ കുടുംബം ഉന്നയിക്കുന്നത് പോലെ തന്നെ ഈ തമിഴ്നാട് തീരങ്ങളിൽ ഉൾപ്പെടെയുള്ളവർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കണം, അല്ലെങ്കിൽ തിരച്ചിൽ നടക്കണം എന്നുള്ളൊരു ആവശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു. അതിന് അനുമതി ലഭിക്കാത്ത സാഹചര്യവുമുണ്ട്. ഇതിൽ ഒരു രാഷ്ട്രീയം കാണുന്ന ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ മുതലെടുക്കുന്ന സാഹചര്യമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ വലിയ ഒരു വിവാദം ഉയർന്നു വരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ മുതലപ്പുഴയിലും ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതാകുന്ന സാഹചര്യമുണ്ട്. വൈകുന്നേരം 5 കൂടിയായിരുന്നു ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് പോയ പ്രവീൺ എന്ന വ്യക്തിയെ കാണാതാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തിരച്ചിലും ഇന്ന് തുടങ്ങും. ഇത്തരത്തിൽ തീരദേശ അല്ലെങ്കിൽ പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ഫിഷറീസ് വകുപ്പിന്റെയും അതുപോലെ തന്നെ കോസ്റ്റൽ ഗാർഡ് ഉൾപ്പെടെയുള്ളവരുടെ സംഘത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ഇന്ന് തിരച്ചിൽ നടക്കുക. അതിൽ പ്രധാനമായും ചെയ്ത് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ 12 ദിവസത്തോളം കാണാതായ ഈ വിഴിഞ്ഞം തുറമുഖത്തെ 2 മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ മുതലപ്പുഴയിലെ ഒരു മത്സ്യത്തൊഴിലാളിയായ പ്രവീണിന്റെ ഉൾപ്പെടെയുള്ളവരുടെ ഈ തിരച്ചിൽ ഇന്ന് തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ തുടരുന്നുണ്ട്. പ്രധാനമായും മറ്റൊരു കാര്യം ഈ വിവാദം തന്നെയാണ്. ഈ കുട്ടി, അതായത് സർക്കാരിന്റെ നിരവധി പിഴവുകൾ ചൂണ്ടിക്കാട്ടിയ ഈ ജോണിന്റെ മകൾക്കെതിരെ വലിയ സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളെ ജീവനിൽ പോലും, അല്ലെങ്കിൽ അവരെ കാണാതായ സാഹചര്യത്തിൽ പോലും രാഷ്ട്രീയം കാണുന്നു എന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് വലിയ വിവാദങ്ങൾ ഉയർന്നു വരുന്നത്. ഇത് പ്രധാനമായും രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം തന്നെ
തന്നെയാണ്. ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികളെ കാണാതാകുമ്പോൾ അതിന്റെ തിരച്ചിൽ നടത്തേണ്ടത് പ്രധാനമായും കേന്ദ്ര സേനകളുടെ ഒരു വിന്യാസം ഏർപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ അതിൽ പോലും കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഈ നിലവിലെ BJP വലിയ രാഷ്ട്രീയം കാണുന്നു എന്നുള്ള വിവാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിരവധി ആക്ഷേപവും കഴിഞ്ഞ ദിവസം ഈ കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു. അതിന് കാലക്രമേണമായ ശരി, അപ്പം കാണാതായ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും പുരോഗമിക്കും. അതിനൊപ്പം തന്നെ ഈ പ്രത്യേകിച്ച് ജോണിന്റെ മകൾ നേരിടുന്ന സൈബർ ആക്രമണം, അതുമായും കൂടി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ പറയായിരുന്നു നമ്മുടെ സനിറ്റ.